ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്നെൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇതിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങളുടെ രാവിലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറിയാലോ, ഏകദേശം ഒരു 7 മണിയാവും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ രാവിലെ. ആർക്കെങ്ങും പോവാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ എഴുന്നേക്കുന്നത്. അപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെ. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ 2 പേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ആലമിന് ഇന്ന് അംഗൻവാടിയിൽ പോകണം. 10 മണിയാകുമ്പോഴേക്കും എത്തിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് അവൻ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ 9 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം ഉച്ചക്കത്തെ കറിയും കൂടി അങ്ങോട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ ട്യൂഷനും കൂടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ അതും അങ്ങോട്ട് തീർക്കുന്നത്. അതും അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ട്യൂഷൻ എടുക്കാം. പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ക്യാരറ്റാണ് കേട്ടോ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് വേഗം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ട്യൂഷൻ ഞാൻ 10:30ക്കാണ് എടുക്കുന്നത്. ആലിമിനെ 10 മണിയാകുമ്പോഴത്തേനും അംഗൻവാടി കൊണ്ടുപോയി ആക്കി തിരിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ ട്യൂഷൻ എടുക്കുന്നത്. വൈകുന്നേരം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ആരും സമ്മതിക്കില്ല. വെക്കേഷനാണല്ലോ, എല്ലാവർക്കും കളിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവരുടെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ 10:30ക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ പുട്ടിന് കോമ്പിനേഷനായിട്ട് ഞാൻ വൻപയറാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് ആ കുക്കറിൽ അപ്പുറത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതെനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നുള്ളത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും കേട്ടോ, ഇങ്ങനെ വേറെ വേവിച്ച് വേറെ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഇഷ്ടമാവും. അതുമാത്രമല്ല കുറച്ച് ടേസ്റ്റും കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് തോന്നുന്ന ഇതാണ് കേട്ടോ. മറ്റേത് കുറച്ചും കൂടി നമ്മളിങ്ങനെ എന്താ പറയുക, തീ കുറച്ച് വെച്ച് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമല്ലോ. ഇതെന്ന് വെച്ചാൽ എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നണില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. നമ്മൾ ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവി കയറ്റാനായിട്ട് വാങ്ങിച്ച പാത്രമാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നുണ്ട്. പച്ചക്കറി അത്യാവശ്യം വേവായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വെന്തങ്ങോട്ട് പോണ രീതിയിൽ എടുക്കില്ല കേട്ടോ. ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. വെന്ത് പോയി കഴിഞ്ഞാൽ പച്ചക്കറി കഴിക്കാനും കൊള്ളില്ലല്ലോ. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. തേങ്ങയിൽ വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കുറച്ചുപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി ഈ ഒരു ക്യാരറ്റിൽ ചേർത്തുകൊണ്ട് ഇതിപ്പോൾ ചേർക്കണ്ടെന്ന് വിചാരിച്ചു. സാധാരണ രീതിയിൽ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഒട്ടും തന്നെ നമ്മൾ എന്താ പറയുക, ഏകദേശം സെക്കൻഡുകൾ മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ. ഇതും തേങ്ങയുടെ ആണെങ്കിലും വെന്ത് പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അത്ര സുഖമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞു നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിന് ഇതാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ സാധാരണ രീതിയിൽ സവാളയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തു കഴിയുമ്പോൾ അവൻ അത്ര അങ്ങോട്ട് ഇഷ്ടമാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തേങ്ങയൊന്നും സ്റ്റോക്കില്ലാണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ സാധാരണ രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇത്തിരിയും കൂടി ഇഷ്ടമാണ്, കുറച്ചുകൂടി ടേസ്റ്റ് ഇതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കട്ടോ, വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇടാറുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഇതേപോലെ ഡെയിലി എൻ്റെ ആക്ടിവിറ്റീസാണ് ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത്. അതല്ലാണ്ട് കുറച്ച് ഗാർഡനിങ്ങും കുറച്ച് മേക്കപ്പ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേക്കണേ. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു തോരൻ മാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾ ട്യൂഷനൊക്കെ വന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ജോലിയിലേക്ക് കിടക്കാം കേട്ടോ. എനിക്ക് വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മേളിൽ ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ താഴെയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ ചെയ്യാറില്ല കേട്ടോ. മുമ്പൊക്കെ ചെയ്യുമായിരുന്നു. ജോലിക്ക് പോയിരുന്ന ആ ഒരു ടൈമിലൊക്കെ സാറ്റർഡേ ഫുൾ ക്ലീനിങ്ങിന് മാത്രമായിട്ട് ഞാൻ മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത്. ഓരോ
ദിവസം ഓരോന്നിനായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഈ പെര അടിച്ചത് ആഹിലാണ് കേട്ടോ. ആഹിലിനെ കൊണ്ട് ഞാൻ അത്യാവശ്യം ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യിക്കാറുണ്ട്. ഭയങ്കര ക്ലീൻ ഒന്നും ആവില്ല, എങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്ത് പഠിക്കുന്നത്. ഞാൻ തുടച്ച് വരുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം പൊടി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്താണ് ഇത്ര പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാനും പാടില്ല. ഡെയിലി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതാ വീട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഞാൻ എന്താ വർക്ക് ഏരിയയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ സിറ്റ് ഔട്ടും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ട് നമ്മൾ ഡെയിലി ചെടി നനക്കുമ്പോൾ ഒന്ന് കഴുകി തുടക്കാറുണ്ട്, എങ്കിലും ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് അതും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, പിന്നെ അതാ ക്യാരറ്റ് തോരൻ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പച്ചമുളക് ഉണ്ടായി നിൽക്കണ കണ്ടപ്പോൾ അത് കഴിക്കാനൊരാഗ്രഹം, അങ്ങനെ അതാ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.